أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له. نشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأتباع سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولمن خاف مقام ربه جنتان. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إحراق جسماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم صلاة مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. ബഹുമാനമുള്ള ഉസ്താദുമാരെ, ഈ മഹല്ലത്തിൻ്റെ കാരണവന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പരിപാടിയുടെ ഭാരവാഹികളെ, വിദ്യാർത്ഥികളെ, യുവാക്കളെ, യുവതികളെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ വലിയ മഹാന്മാരായ
ഇബാദത്തുകളിൽ ഏറ്റവും വലിയ ഇബാദത്താണ്. നിങ്ങൾ പോരും, മുന്നോട്ട് പോരും. നിങ്ങൾ വരുന്നവരെങ്കിൽ മുന്നിൽ പോരും, നമുക്ക് മുന്നിലേക്ക്. അവിടെ ഇരിക്കുന്ന ആളുകൾ ബുദ്ധിമുട്ടില്ല, എവിടെ ഇരുന്നാലും എന്ന് പറയാനൊരു സുഖമാണ്. കസേലിങ്ങനെ കാലിയായി കിടക്കുമ്പോൾ അതായത് നമ്മൾ വാടകയും കൊടുക്കണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ കേട്ടോ, ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ഇങ്ങനെ ഇറങ്ങിയാൽ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ വളരെ മഹത്വമുള്ളതാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധി നൽകി എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് ഉണ്ടായതുകൊണ്ട് ഒരു മനുഷ്യനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ട് നൽകുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അബൂജഹൽ വലിയ ബുദ്ധിയുള്ള ആളായിരുന്നു. പക്ഷേ അവന് കൂടെ നടക്കുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടും ഇതൊരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നേരെ മറിച്ച് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് അത് വിൽപ്പന നടത്തി, കച്ചവടം നടത്തി, ഷാമിലും മറ്റും കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന ഒരാളെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. ആ ആളുടെ കൂടെ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ആ മുത്തുനബിയുടെ കൂടെ തൻ്റെ ഒരു അടിമയെയും പറഞ്ഞയച്ചു. അടിമ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില അത്ഭുതങ്ങൾ പറഞ്ഞു. ആ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു ഒരു വലിയ ജൂത പുരോഹിതൻ ഈ അടിമയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ, ഇത് ആരാണ്? ഇത് ഞങ്ങളെ ബിസിനസിന്റെ കച്ചവടത്തിന്റെ മാനേജറാണ്. ഇദ്ദേഹം മാനേജർ അല്ല. ഇദ്ദേഹം മാനേജറാണെങ്കിലും ഇദ്ദേഹം അതല്ല ഞാൻ ചോദിച്ചത്. ഇദ്ദേഹം അവസാന കാലഘട്ടത്തിന്റെ പ്രവാചകനാണ്. അതിന്റെ ലക്ഷണങ്ങളെല്ലാം ഇദ്ദേഹത്തിൽ കാണുന്നുണ്ട്. ഈ വിഷയം വന്നിട്ട് അടിമ തൻ്റെ യജമാനത്തിയായ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ നല്ല ബുദ്ധിയുള്ള പെണ്ണാണ്. നാട്ടിൽ ഏറ്റവും വലിയ ഉന്നതനാകുന്ന ഒരാൾ ഉണ്ടാകുമെന്ന് കണ്ടാൽ അത് ഭൗതിക ലോകത്തെ ഉന്നതിയല്ല, ആത്മീയമായ ഒരു വലിയ മഹാൻ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇത് ലോകത്തിന്റെ പ്രവാചകനാകാൻ പോവുകയാണ്. അവസാനത്തെ പ്രവാചകൻ ഒരുപാട് തീക്ഷ്ണമായ അനുഭവങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. ആ സമയത്ത് ഞാൻ കൂടെ നിൽക്കണം, ആവശ്യമായതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണം. എന്നിട്ട് ആ പ്രവാചകന്റെ കൂടെ എനിക്ക് സ്വർഗത്തിലെത്തണം എന്ന ഒരു ചിന്ത ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് ഉണ്ടാവുകയാണ്. മഹദി അവറുകൾ ഇസ്ലാമിലേക്ക് വരികയാണ്. ആദ്യമായി സ്ത്രീകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചത് ഖദീജ ഉമ്മയാണ് റളിയല്ലാഹു അൻഹ. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്യുമാറാകട്ടെ.
ഹിദായത്തിന്റെ വെളിച്ചം, ആ ഖദീജ ഉമ്മയുടെ ഹിദായത്തിന്റെ വെളിച്ചം നമുക്കും കിട്ടിയിട്ടുണ്ട്. അവര് വിശ്വസിച്ച മുത്തുനബിയിൽ നമ്മൾ ആ മുത്തുനബിയെ കണ്ടിട്ടില്ല, നമ്മൾ ആ മുത്തുനബിയെ നേരിട്ട് ദർശിച്ചിട്ടില്ല, അവരെ കൂടെ ജീവിച്ചിട്ടില്ല. എന്നിട്ടും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുത്തുനബിയിൽ വിശ്വസിക്കാനുള്ള ഭാഗ്യം നൽകി എന്നത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. അല്ലാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. ഇത് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തണം. ഇത് നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് വിശുദ്ധ റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ മഹാനായ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം തബറാനി അവിടുത്തെ ഔസത്തിൽ ഉദ്ധരിച്ചത് കാണാം. മുത്തുനബി പറയുന്നു, ഇന്ന ലിറബ്ബിക്കും ഫീ അയ്യാമി ദഹരിക്കും നഫഹാ. അല്ലാഹുവിനിക്ക് ചില പ്രത്യേകമായ സഹായങ്ങൾ, അല്ലാഹുവിന്റെ പ്രത്യേകമായ ചില അനുഗ്രഹങ്ങൾ വർഷിക്കുക എന്നത് അല്ലാഹുവിന് ചില സമയത്ത് ഉണ്ട്. എല്ലാ സമയത്തും ഇല്ലാത്ത ചില അനുഗ്രഹങ്ങൾ, എല്ലാ സമയത്തും ഇല്ലാത്ത ചില വലിയ മഹത്വങ്ങൾ അല്ലാഹു ചില സമയത്ത് പ്രത്യേകമായി നൽകും. അത് കണ്ടാൽ ഫതഅറദൂ ലഹാ ലഅല്ല അഹദകും അൻ യുസീബഹു മിൻഹാ നഫ്ഹാ ലാ യശ്ഖാ ബഅദഹാ അബദാ. അല്ലാഹു പ്രത്യേകമായ ചില അനുഗ്രഹങ്ങൾ നൽകുന്ന സ്ഥലത്ത് നമ്മൾ പോയിരിക്കണം. അത് നമ്മൾ ഉൾക്കൊള്ളണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ നാം അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് കിട്ടിയാൽ ലാ യശ്ഖാ ബഅദഹാ അബദാ, നമ്മൾ പരാജയപ്പെട്ടു പോകൂല. ഭൂമി ലോകത്ത് അല്ലാഹു നമ്മളെയൊക്കെ മുസ്ലിമാക്കി. മുസ്ലിം എന്ന് പറഞ്ഞാൽ അബൂബക്കർ, ആയിഷ, മുഹമ്മദ്, ഹഫ്സ എന്ന് കുറേ പേര് മാത്രം അല്ല. കർമ്മങ്ങളും വിശ്വാസങ്ങളും നന്നാക്കി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ കഴിവിന്റെ പരമാവധി ജീവിക്കുന്ന ഒരാൾ, അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം. അങ്ങനെ ഒരു മുസ്ലിമായി നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണ് പേടിക്കേണ്ടത്? പേടിക്കേണ്ടത് നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നാണ്. നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ നന്നായി പേടിക്കുകയും വെപ്രാളപ്പെടുകയും വേണ്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു സഹാബി വന്നിട്ട്, ഹംദല റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി വന്നിട്ട് കരഞ്ഞു. എന്തിനാ കരയുന്നത്? നാഫഖ ഹംദല, ഞാൻ അവിശ്വാസിയായി പോയി. സുബ്ഹാനല്ലാഹ്, സഹാബിയാണ്, ഞാൻ അവിശ്വാസിയായി പോയി എന്ന് പറഞ്ഞപ്പോ ഹംദല റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് വിഷയം എന്ന് ചോദിച്ചു. ഹംദല റളിയല്ലാഹു അൻഹു പറഞ്ഞത് മുത്തുനബിയിൽ നിന്ന് വിശ്വാസം പോയി എന്നല്ല, ഞാൻ മറ്റു വല്ല ഹറാമുകളും ചെയ്തു എന്നല്ല, മറിച്ച് എന്താ പറഞ്ഞത്? എനിക്ക് വീട്ടിലെത്തിയാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത മുത്തുനബിയുടെ സമക്ഷത്തിങ്കൽ നിൽക്കുമ്പോൾ ഉള്ളത് എനിക്കില്ല. അപ്പൊ ഞാൻ ഭാര്യയോട് തമാശ പറയും, അടിപൊളിയായി ജീവിക്കും, നല്ല ഭക്ഷണം കഴിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഞാൻ മുത്തുനബിയുടെ ചാരത്ത് നിന്ന് മോനെ, നിങ്ങളെടിയാ പോന്നെ, വെള്ളം കുടിക്കാൻ വേഗം കുടിച്ചു വരും, ഇനി എണീച്ചു പോകരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിന്ന് എനിക്കുള്ള ആ ഊർജവും ആർജവും പിന്നീട് എനിക്ക് ലഭിക്കുന്നില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അന്നല അത് കേൾക്കുമ്പോൾ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് ചിന്തിക്കേണ്ടതില്ല.
സാഅത്തൻ വസഅ. ഓരോന്നിനും ഓരോരോ സമയമുണ്ട്. ഭാര്യയോട് സ്നേഹത്തിൽ പെരുമാറേണ്ട സമയമുണ്ട്, തമാശ പറയേണ്ട സമയമുണ്ട്, മക്കളോട് കളിക്കേണ്ട സമയമുണ്ട്, അല്ലാഹുവിനെ മാത്രം ഓർത്ത് നിസ്കരിക്കേണ്ട സമയവുമുണ്ട്, തഖ്വയോടെ ജീവിക്കേണ്ട സമയവും ഉണ്ട്. സഅതൻ വസഅ. ഓരോന്നിനിക്ക് ഓരോരോ സമയമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മളുടെ ഖൽബിനെ അല്ലാഹുവിൽ നിന്ന് മാറാതിരിക്കാനുള്ള ശ്രമം നടത്തണം. അത് ലഭിക്കാനുള്ള വഴി എന്താണ്? ഇതുപോലെയുള്ള സദസ്സിൽ വന്നിരിക്കലാണ്. വിശുദ്ധ റമദാനിൽ നമ്മൾ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കലാണ്. വിശുദ്ധ റമദാനിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് നമ്മൾ മടങ്ങലാണ്. വിശുദ്ധ റമദാനിൽ നമ്മൾ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങലാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളിൽപ്പെട്ട വലിയ അനുഗ്രഹമാണ് വിശുദ്ധ റമദാനിൽ ഒരു ദിവസം നമുക്ക്, ഒരു വർഷവും കൂടെ നമുക്ക് ജീവിക്കാൻ അവസരം ലഭിക്കുക എന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ കുറേ പൈസ ഉണ്ടായാ പോരാ, ആഖിറത്തിലേക്ക് നമ്മൾ നന്നായി അധ്വാനിച്ചു കൊള്ളണം. പാരത്രിക ലോകത്തിന് വേണ്ടി നമ്മൾ നന്നായി അധ്വാനിച്ചു കൊള്ളണം. മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നത് കണ്ടില്ലേ? തസവ്വദ് മിൻ മആശിക ലിൽ മആദി വഖും ലില്ലാഹി വഅമൽ ഖൈറ സാദി. നമ്മളിങ്ങനെ ഒരു കച്ചവടം വെച്ചു, വലിയ മുതലാളിയാകുമ്പോൾ ആ മുതലാളിയുടെ മനസ്സിലുള്ള ചിന്ത, എനിക്ക് മറ്റൊരു ബിസിനസ് തുടങ്ങണം. അതിൽ വലിയ പണക്കാരനായി ഉഷാറാകുമ്പോ എനിക്ക് വേറൊരു കച്ചവടം തുടങ്ങണം. അതും ഉഷാറാകുമ്പോ എനിക്കൊരു ബിൽഡിങ് വേണം. അതും ജോറാകുമ്പോ എനിക്ക് അതിനേക്കാളും വലിയ ഒരു വരുമാനമുള്ള മാർഗം വേണം. നമ്മളെ കൽബിലതാ ഒരു ചെറിയ വീടാണ്, ഒരു ഓടിട്ട വീടാണ്. അല്പം സമ്പത്ത് വരുമ്പോ ഇതൊരു വാർപ്പിന്റെ വീടാകണം. വാർപ്പിന്റെ വീടായാൽ നമുക്ക് കുറച്ചും കൂടെ പൈസ കിട്ടുമ്പോൾ ഇതൊരു വലിയ വീടാക്കണം. ഒരു തട്ട് വേണം, ഇതിന് ടെറസ് വേണം. അത് ഉഷാറാകുമ്പോ ഇതിനൊരു പാർക്ക് വേണം. അത് കഴിയുമ്പോ മറ്റു വല്ല വഴികളും. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഭൗതികമായ ഉയർച്ചയുടെ ചിന്തകൾ വരും. പക്ഷേ ഈ ഭൗതികമായതെല്ലാം വലിച്ചെറിഞ്ഞു പോകുന്നൊരു ദിവസമുണ്ട്. ഒന്നുണ്ടാവൂല. വലദത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. നമ്മളെ ഉമ്മ പ്രസവിക്കുമ്പോ നമ്മളെങ്ങനെയാ പ്രസവിച്ചത്? നമ്മളെ ഉമ്മ പ്രസവിച്ചത് നമ്മൾ കൈ മുറുക്ക പിടിച്ചിട്ടാണ് ഭൂമി ലോകത്തേക്ക് വന്നത്. എന്നാൽ ആ സമയത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടാണ് വന്നത്. നമ്മൾ കൈ മുറുകെ പിടിച്ചത് എന്താണ്? വഫീ ഖബ്ദിക ഫിത്തിഫലി ഇൻദ വിലാദതി ദലീലുൻ അലൽ ഹിർസിൽ മുറക്കബി ഫിൽ ഹയ്യി. നമ്മൾ മുറുകെ പിടിച്ച് വന്നത് എന്താണെന്നറിയോ? ഞാൻ ഈ ദുന്യാവ് ആകെ പിടിച്ചടക്കുമെന്ന ചിന്തയോടെയാണ്. പക്ഷേ നമ്മളൊക്കെ മരിക്കുമ്പോ എങ്ങനെയാണ്? ഒരു കോടീശ്വരനും ഒരു രാജാവും ഒരു മുതലാളിയും ഒരു പ്രസിഡന്റും ഒരു രാജ്യത്തിന്റെ അമീറും ഒരു മനുഷ്യനും സുബ്ഹാനല്ലാഹ് അവരെ കയ്യിലൊന്നും കൊണ്ടുപോകൂല. അവരൊരു സാധനവും കൊണ്ടുപോകൂല. അവര് മരണത്തിന്റെ സമയത്ത് കൈകളിങ്ങനെ മലർത്തി വെച്ച് ഒന്നുമില്ലാതെ പോകുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്. നമ്മുടെ അനുഭവവും അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ ലോകം
വലിയ ഭരണം നടത്തിയ റഷീദ് രാജാവ് അല്ലെങ്കിൽ ദുൽഖർനൈൻ രാജാവ് രണ്ടും പറയപ്പെടുന്നുണ്ട്. ദുൽഖർനൈൻ രാജാവ് 40 രാജ്യങ്ങൾ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. 40 രാജ്യം. 40ാമത്തെ രാജ്യം ഇന്ത്യയും കീഴടക്കിയപ്പോഴാണ് ദുൽഖർനൈൻ രാജാവിനിക്ക് അസുഖം വന്നത്. അസുഖം വന്നപ്പോ രാജാവ് ഒരു ഡോക്ടറെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് ലോകത്ത് അന്നുള്ള ഏറ്റവും വലിയ ഡോക്ടർ, ഏതസുഖവും കണ്ടെത്തുന്ന ഡോക്ടർ അദ്ദേഹം വന്ന് അദ്ദേഹം രോഗിയെ പരിശോധിക്കൂല. പിന്നെ രോഗിയെ പരിശോധിക്കുന്നത് എങ്ങനെയാണ്? മൂത്രം ടെസ്റ്റ് ചെയ്യുകയാണ്. ഈ രോഗി അല്ലാത്ത ആളുകളും ആ വീട്ടിലുള്ള ഒരു 10-50 ആളുകൾ അവര് കുപ്പിയിൽ മൂത്രമൊഴിക്കുക. എന്നിട്ട് ആ മൂത്രം ഈ വലിയ ഡോക്ടറുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോരുത്തരും അവരുടെ പേരും മറ്റും അടയാളപ്പെടുത്തി കൊണ്ടുവന്ന് വെക്കുക. ആ കുപ്പിയും എടുത്തിട്ട് നോക്കിയിട്ട് പറയും, ഈ കുപ്പിയിലെ മൂത്രത്തിന്റെ ഉടമ നാലുന്ന രോഗിയാണ്, നാലുന്ന മരുന്ന് കുടിച്ചാൽ മതി, സുഖമാകും. അങ്ങനെ രാജാവിന്റെ മൂത്രമുണ്ട്, ബാക്കിയുള്ള ആളുകളുടെ മൂത്രമുണ്ട്. ഇങ്ങനെ വെച്ച് ഇയാളിങ്ങനെ നോക്കി രാജാവിന്റെ മൂത്രം എടുത്തിട്ട് പറഞ്ഞു, ഇതാര മൂത്രമാണോ അതിന്റെ ഉടമ കുറഞ്ഞ ദിവസമേ ജീവിക്കുകയുള്ളൂ, മരിച്ചു പോകും. രാജാവ് ഇത് കേട്ടപ്പോൾ ആകെ ബേജാറായി. മരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുണ്ടാവും. രാജാവ് പറഞ്ഞു, ഡോക്ടർ ഇങ്ങോട്ട് വിളിക്കുന്നു. വിളിച്ചു, ഡോക്ടറെ, നിങ്ങൾ എന്റെ രോഗം സുഖമാക്കി തരണം, നിങ്ങൾ അതിവിദഗ്ധനാ. ഡോക്ടർ പറഞ്ഞു, എനിക്ക് കഴിയൂല, നിങ്ങൾക്ക് ഞാൻ വലിയ സമ്മാനം തരും. എന്ത് സമ്മാനം തന്നിട്ട് എന്താണ്? നിങ്ങൾക്ക് ഞാൻ തരുന്ന സമ്മാനം അറിയോ? ഞാൻ ഈ കിടക്കുന്ന കട്ടിലുണ്ട്, ഇതിന്റെ മുകളിൽ മുഴുവൻ രത്നങ്ങളാണ്. ഈ രത്നങ്ങളുള്ള കട്ടില് ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി നൽകും. ഡോക്ടർ പറഞ്ഞു, എനിക്കതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല, എനിക്ക് ഭൂമി ലോകത്ത് നിന്ന് നിങ്ങളുടെ ഈ രോഗം മാറ്റാൻ ഒരു മരുന്നും ഞാൻ കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞു. അവസാനം ഈ കൊട്ടാരം തരാമെന്ന് പറഞ്ഞു, ഈ രാജ്യം തരാമെന്ന് പറഞ്ഞു, എന്റെ എല്ലാ രാജ്യങ്ങളും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു, എനിക്ക് രോഗം സുഖമാക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഈ രാജാവ് വിളിച്ചിട്ട് പറയുന്നത്, പ്രജകളെ വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ കഫംപുടയിൽ പൊതിഞ്ഞിട്ട് മയ്യത്ത് കൊണ്ടുപോകരുത്. എല്ലാ ജനങ്ങൾക്കും എൻ്റെ കൈ എൻ്റെ മയ്യത്ത് കട്ടിലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ മരിച്ചാൽ ഈ ഭൂമി ലോകത്ത് ഇത്രയും വലിയ രത്നത്തിൻ്റെയും മുത്തിൻ്റെയും കോമേതകത്തിൻ്റെയും പൊന്നിൻ്റെയും കൊട്ടാരവും പണവും പത്രാസുമുള്ള ഞാൻ ഇവിടുന്ന് പോകുന്നതെൻ്റെ കയ്യിലൊന്നും കൊണ്ട് അല്ല, ഞാനൊന്നുമില്ലാതെയാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ഭൗതിക ലോകമല്ല വലുത്. ഈ ഭൗതിക ലോകത്ത് കുറെ സമ്പത്ത് ഉണ്ടാവുക എന്നതല്ല വലുത്. ആഖിറത്തിൽ ഈമാനോടുകൂടെ ഒരുമിച്ച് കൂടുക, ലോകത്ത് ഏറ്റവും വലുത് അതാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഖുർത്തുബി പറഞ്ഞത്, തസവ്വദ് മിൻ മആശിക ലിൽ മആദി. നീ ആഖിറത്തിലേക്ക് മടങ്ങുമ്പോ നിന്റെ കയ്യിൽ നല്ല സമ്പത്ത് വേണം. ഓ, നമ്മളെ ശരീരം വയസ്സന്മാരോട് ഞാൻ പറയട്ടെ, നരച്ചു പോയില്ലേ? ഇനി ചെറുപ്പക്കാരികളോട് ഞാൻ പറയട്ടെ, ഞാൻ പേരാമ്പ്രയിലാണ് ദർസ് നടത്തുന്നത്. അവിടെ ഞാനൊരു സ്ഥലത്ത് ഒരു 8 കൊല്ലമായി, വളരെ ഇസ്ലാമികമായൊക്കെ വളരെ പിന്നിലുള്ള നാട്ടിൽ അൽഹംദുലില്ലാഹ് ഒരു സ്ഥലത്ത് ഒരു വലിയ സ്നേഹം നിർമ്മിച്ച് അവിടെ ഒരു ക്ലാസ് നടക്കാറുണ്ട്. ക്ലാസ്സിൽ ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും വരും. അതിൽപ്പെട്ട ഒരു സഹോദരി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി 3 മണിക്ക് ഗൾഫിൽ നിന്ന് ഭർത്താവ് വിളിക്കുകയാണ്. ഭർത്താവ് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ
ഉമ്മയെയും വിളിച്ചിട്ടുണ്ട്, ഉമ്മയോടും സംസാരിച്ചിട്ടുണ്ട്. ഭർത്താവ് ഉമ്മ ഇങ്ങനെ ഇവിടെ നിൽക്കാണ്. ഇവള് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫോണ് കയ്യിൽ നിന്നങ്ങ് വീണു. ഇവള് മറുഭാഗത്തേക്കും വീണു. രാത്രി 3 മണിക്കാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മ അട്ടഹാസിക്കുകയാണ്. രാത്രി വാതിലടച്ച് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അട്ടഹസിക്കുന്നതാരും കേൾക്കുന്നില്ല. രാത്രിയല്ലേ, ഉറക്കിലല്ലേ. അപ്പ അതിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളൊരു സഹോദരനെ ഈ എന്റെ കയ്യിലുള്ള ഫോണ് വീണ്, ആ ഫോണ് ഓഫായിട്ടില്ല. ഉമ്മയുടെ പൊട്ടിക്കരച്ചില് കേൾക്കുന്നുണ്ട്. അവൻ മനസ്സിലാക്കുന്നത് ഭാര്യ നടന്നു പോകുമെന്തോ വീണ് പരിക്ക് പറ്റി എന്നാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, ആ ഭാര്യ രാത്രി 3 മണിക്ക് സംസാരിക്കുമ്പോൾ വീണ് മരിച്ചുപോയി. അല്ലാഹു ആ സഹോദരിക്ക് ഖബർ സന്തോഷത്തിലാക്കട്ടെ. മൊച്ചത്തിൽ ആമീൻ പറഞ്ഞോളൂ. റബ്ബേ, അവരെയും ഞങ്ങളെയും നീ സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. ഞാൻ മറ്റൊന്ന് കേൾക്കണോ നിങ്ങൾക്ക്? ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയൊരു പെൺകുട്ടി, ഇന്നാണോ നാളെയാണോ ദുആ ചെയ്യലെന്ന് എനിക്കറിയില്ല, ഒരു ഷവർമ കഴിച്ചതാണ്. കൂടെ പലരും കഴിച്ചിട്ടുണ്ട്, അവർക്കൊന്നും കുഴപ്പമില്ല. ഈ പെൺകുട്ടിക്ക് ഒരു ഫുഡ് പോയിസൺ വന്നു, ഭക്ഷണത്തിൽ ഒരു വിഷം വന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മെഞ്ഞാന്ന് മരിച്ചുപോയി. എന്താണ് വിഷയമറിയില്ല. ഞാൻ പറയട്ടെ, ഇതുപോലെ നമ്മളും നാളെ മരിക്കും. നാളെ മരിക്കും, ഉറപ്പാണ്. ആർക്കും മരണത്തിനെ തടുത്തു നിർത്താൻ കഴിയൂല. അതുകൊണ്ട് മഹാന്മാര് പറഞ്ഞു, വഖും ലില്ലാഹി വഅമൽ ഖൈറ സാദി. അല്ലാഹുവിന് വേണ്ടി അവന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിച്ചു കൊള്ളണം. എന്ത് തുള്ളിക്കളി കളിച്ചാലും, എന്ത് അടിപൊളിയുള്ള ഡ്രസ്സ് ധരിച്ചാലും, നമ്മൾ എന്ത് തോന്നിവാസമുള്ള കല്യാണം നടത്തിയാലും, നമ്മൾ എന്ത് ഗാനമേള വെച്ചാലും, എന്ത് വന്നാലും കുറച്ച് സമയത്തേക്കല്ലാതെ ഒരു സുഖങ്ങളും ഉണ്ടാകൂല. സുഖങ്ങൾ നിലനിൽക്കുന്നത് അത് ആഖിറത്തിലാണ്. വലാ തജ്മഉ മിനദ്ദുന്യാ കസീറ ഫഇന്നൽ മാല യുജ്മഉ ലിന്നഫാദി. എത്ര പൈസയുണ്ടായിട്ട് എന്തുണ്ടായിട്ടെന്ത് കാര്യം? അതാ നിന്റെ എല്ലാം, നീ നല്ല വീട് നിർമ്മിച്ചു, വീട്ടിൽ നിന്നൊരു ദിവസം നിന്നെ പുറത്താക്കി കൊണ്ടുപോകും. നീ നല്ല ഭക്ഷണം കഴിച്ചു, ഒരു ദിവസം നിനക്ക് മുന്നിൽ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്, ആ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ കഴിയൂല. അങ്ങനെ ഒരു ദിവസം നിനക്കുണ്ട്. കഴിഞ്ഞില്ല, നിനക്കങ്ങനെ പലതുമുണ്ട്. പക്ഷേ നീ ചിന്തിക്കേണ്ടത്, നീ മനസ്സിലാക്കേണ്ടത്, നീ മരിക്കുമ്പോ നിന്റെ കയ്യിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകണം. എന്താണ്? ഞാൻ പറയട്ടെ, നമ്മളൊരു ബിരിയാണി കഴിക്കുമ്പോ എന്തിനാണ് നമ്മളെ വിശപ്പ് മാറാൻ ഒരു ബീഫും ഒരു ചോറും ഉണ്ടായാൽ വിശപ്പ് മാറൂലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഈ കുറച്ച് കച്ചമ്പറെന്തിനാണ്? തൈരെന്തിനാണ്? പച്ചാറെന്തിനാണ്? പറക്കോയ് പൊരിച്ചതെന്തിനാണ്? പുതിയാപ്പള സൽക്കാരത്തിന് ഇതൊക്കെ എന്തിനാണ്? നമ്മളെല്ലാം കൂടെ നമുക്ക് ഒരു സന്തോഷത്തിലുള്ള ഭക്ഷണമാകും. എന്നാൽ നമ്മളൊക്കെ മരിച്ചു പോകും. എപ്പം മരിച്ചു പോകും? ഇന്ന് രാത്രി മരിക്കുമെന്ന് ഉറപ്പിച്ചോളൂ. ഞാൻ 2 ഉദാഹരണം പറഞ്ഞത് എന്തിനാണ്? 20 വയസ്സുള്ള ഒരു പെൺകുട്ടി ഫുഡ് പോയിസൺ വന്നിട്ട് മരിച്ചു പോവുകയാണ്. ഒരു 33 വയസ്സുള്ള സഹോദരി ഫോൺ ചെയ്യുമ്പോൾ അറ്റാക്കായി മരിച്ചു പോവുകയാണ്. നമ്മളൊക്കെ മരിച്ചു പോകും. നമ്മളാരും ഭൂമി ലോകത്ത് നിലനിൽക്കൂല. അത്തർദാ അൻ തകുന റഫീഖ ഖൗമി ലഹും സാദും വ അൻത ബിഗൈരി സാദി. നീ നാളെ മഹ്ശറയിലെത്തുമ്പോ ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, നമ്മളെ ഉമ്മാമ്മമാര്
വിശുദ്ധ റമദാന് വന്നപ്പോ അവര് ഖാലിക്കായ റബ്ബിലേക്ക് പാതിരാ സമയത്ത് നോമ്പെടുത്ത് നിസ്കരിച്ച് അവര് തഹജ്ജുദ് നിസ്കരിച്ച് ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി. നമ്മുടെ ഈ തലശ്ശേരി ധർമ്മടം ഭാഗങ്ങളിൽ പഴയകാലത്തെ ഉമ്മമാരെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ സ്വഭാവം എന്താണ്? അവര് പഴയകാലത്ത് സഹാബത്തിൽ നിന്ന് പഠിച്ച ദീനുള്ള നാടാണിത്. ഔലിയാക്കളിൽ നിന്ന് ദീന് പഠിച്ച നാടാണിത്. അവര് ജീവിച്ചതുപോലെ ഉമ്മമാര് ഖുർആൻ ഓതിപ്പോയി, അവര് സ്വലാത്ത് ചൊല്ലിപ്പോയി, അവര് തറാവീഹ് നിസ്കരിച്ചു പോയി, അവര് നോമ്പെടുത്ത് പോയി, അവര് നന്നായി ഖുർആൻ ഓതി അല്ലാഹുവിനോട് കരഞ്ഞു പോയി. പാതിരാ സമയത്ത് അവര് റബ്ബിനോട് ദുആ ചെയ്തു പോയി. ഓ ഉമ്മമാരെ, നമ്മളെ ഉമ്മാമയുടെ കൂടെ, നമ്മളെ ഉപ്പുമ്മയോട് കൂടെ നമുക്ക് സ്വർഗത്തിലെത്തണ്ടേ? നമ്മളെ കുടുംബത്തിലുള്ളവരെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്തണ്ടേ? എത്തണോ? അത്തർള അന്തകൂന റഫീഖ ഖൗമി ലഹും സാദും വ അന്ത ബിഗൈരി സാദി. അവരെ കയ്യിൽ നല്ല ഇബാദത്തുണ്ട്, അവരെ കയ്യിൽ നല്ല തഖ്വയുണ്ട്, അവര് റമദാനിനെ വല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ട്, അവര് റമദാൻ മാസത്തിൽ വല്ലാതെ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യാതെ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് മഹാനായ ഇമാം ഖുർത്തുബി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റമദാന് വരുന്നു, ഒരുപാട് വിഷയം സംസാരിക്കേണ്ടതുണ്ട്. റമദാന് വരുന്നു. റമദാനിൽ നമുക്ക് റബ്ബിലേക്കൊന്നടുക്കണം. ആദ്യമായി അടുക്കേണ്ടത് തൗബ ചെയ്തിട്ടാണ്. റബ്ബിലേക്ക് തൗബ ചെയ്തു കൊള്ളണം. നമ്മളെ മനസ്സ് നന്നാക്കിക്കൊള്ളണം. തൗബ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം വേണ്ടത്? നല്ല വിശ്വാസം വേണം. വിശ്വാസത്തിൽ പെക്കുന്നവനെ അല്ലാഹ് പുറത്തു തരൂല. വിശ്വാസത്തിൽ പേക്കുന്നവനെ അല്ലാഹ് രക്ഷപ്പെടുത്തൂല. സുബ്ഹാനല്ലാഹ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതാണ് നമ്മളെ ആലിമീങ്ങൾ പഠിപ്പിച്ചത്. അതാണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാര് പഠിപ്പിച്ചത്. അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് നമ്മുടെ വിശ്വാസം. ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല, ഒറ്റ കാര്യം പറയട്ടെ. അല്ലാഹു അവൻ ഒരു നിലക്കും, നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹു ഒരു നിലക്കും തുല്യതയില്ലാത്തവനാണ്. നമ്മളെ നാട്ടിലുള്ള എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളും നിങ്ങൾ ആരെ എടുത്താലും അവര് ജമാഅത്തെ ഇസ്ലാമിക്കാരനാണെങ്കിലും മുജാഹിദാണെങ്കിലും തബ്ലീഗാണെങ്കിലും അവരെല്ലാം അല്ലാഹുവിൽ പൂർണ്ണമായ വിശ്വാസമില്ലാത്തവനാണ്. മുജാഹിദിന്റെ വിശ്വാസം എന്താണ്? ഒരു മൗലവി പറയുന്നു അള്ളാഹ്ക്ക് കയ്യുണ്ട്, മറ്റേ മൗലവി പറയുന്നു അള്ളാഹുവിന്റെ കയ്യിലാണ് ഭൂമിയുള്ളത്, മറ്റൊരു മൗലവി പറയുന്നു അള്ളാഹിന്റെ കയ്യിലാണ് അർശുള്ളത്, മറ്റേ മൗലവി പറയുന്നു അള്ളാഹ് അർശിന്റെ മോളിരിക്കുകയാണ്. അങ്ങനെ വൈരുദ്ധ്യങ്ങളല്ലാത്തത് പറയുന്നില്ല. ഞാൻ എൻ്റെ മോമിനീങ്ങളോട് പറയട്ടെ, നമ്മളെ ഉപ്പാപ്പ പഠിപ്പിച്ചൊരു വിശ്വാസമുണ്ട്, നമ്മളെ സഹാബികൾ പഠിപ്പിച്ചൊരു വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്. നമുക്ക് ഓർക്ക് വരുന്നുണ്ട്, പോവാ വേദവേ നിർത്തും, ഇനി ബേജാറാണ് കേട്ടോ. അങ്ങനെ ഒരു വിശ്വാസങ്ങൾ അവര് പഠിപ്പിച്ച വിശ്വാസം ഏതാണോ ആ വിശ്വാസം നമുക്ക് നിലനിർത്തണം. നമ്മളെ വിശ്വാസത്തിൽ പിഴച്ചു പോയാൽ നമ്മൾ രക്ഷപ്പെടൂല. ഞാൻ നാളൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാന് കോഴിക്കോട് പോയി, പടച്ചോനെ എൻ്റെ ജുമുഅ നഷ്ടപ്പെടുമെന്ന് പേടിച്ചു. ഞാൻ ഓടിയൊരു പള്ളി കയറി, നോക്കുമ്പോൾ അവിടെ നിസ്കരിക്കുന്നുണ്ട്. നിസ്കരിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു ദ്വായുമില്ല. അപ്പൊ ഞാനൊരാളോട് ചോദിച്ചു, എന്താണ് ദ്വായൊന്നും ഇല്ലാത്തത്? അപ്പൊ പറഞ്ഞു, ഇത് സലഫി പള്ളിയാണ്. ഞാനൊന്നുമില്ല, ഏതായാലും ജുമുഅ കിട്ടിയല്ലോ, ദ്വാ കിട്ടിയില്ലെങ്കിലും എന്താണ് ഉസ്താദിന്റെ അഭിപ്രായം?
അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ളുഹർ നിസ്കരിക്കണം, ളുഹർ നിസ്കരിക്കണമെന്ന് പറഞ്ഞ് എന്നോട് എന്താ അവര് ജുമഅല്ലേ? ഞാൻ പറഞ്ഞു ജുമ എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് നിസ്കാരമാണ്. അതിന്റെ സ്ഥാനത്ത് അടുത്ത 2ന്റെ സ്ഥാനത്ത് 2 ഖുതുബയാണ്. ഖുതുബ സഹിയായില്ലെങ്കിൽ ളുഹർ നിസ്കരിച്ചു കൊള്ളണം, അതാണ് നിയമം. അപ്പൊ എന്താ ഖുതുബ സഹിയാകാത്തത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രൂപത്തിലല്ല ഖുതുബ ഓതിയത്. ഖുതുബ എങ്ങനെ ഓതണം? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങനെയാണ്. സല്ലൂ, ഒരു സലാത്ത് ചൊല്ലിക്കോളൂ, മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നുകൂടെ ചൊല്ല്, ഹബീബുന ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്ത് നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിസ്കരിക്കേണ്ടത് നിങ്ങൾക്ക് തോന്നിയത് പോലെയല്ല. ഒരാൾക്ക് തോന്നാണ് ഞാൻ കയ്യും കെട്ടിയിട്ട് ഫാത്തിഹേന്റെ അർത്ഥം എനിക്കറിയാം, ഞാൻ ഇന്ന് മുതൽ ഫാത്തിഹേന്റെ അർത്ഥം ഓതുമ്പോ എനിക്ക് ഭയങ്കര ഭക്തി തോന്നുന്നുണ്ട്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈവെട്ടിയിട്ട് അയാള് റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവൻ ലോകത്ത് വൈപ്പെട്ടവർക്കും വൈപ്പെടാത്തവർക്കും ഗുണം ചെയ്യുകയും പാരത്രിക ലോകത്ത് വൈപ്പെട്ടവർക്ക് മാത്രം പ്രത്യേകം ഗുണം ചെയ്യുന്നവനുമാണ്. അവൻ അന്ത്യദിനത്തിന്റെ ഉടമയാണ്. പടച്ചോനെ, എന്നെ ഹിദായത്തിലാക്കണേ അല്ലാ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, നീ വെറുക്കാത്തവരുടെ മാർഗത്തിനും പിയക്കാത്തവരുടെ മാർഗത്തിനും ദുആ ചെയ്യണേ. അല്ലാഹു അക്ബർ. ഞാൻ പറഞ്ഞത് ഫാത്തിഹേന്റെ അർത്ഥാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അതൊരാൾ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് ദുആ ചെയ്തു, അയാൾ അങ്ങ് നിസ്കരിച്ചു, അയാൾ പറയുന്നത് എനിക്കത് ഓതുമ്പോ ഭയങ്കര ഭക്തിയാണ്. അങ്ങനെ നിസ്കരിക്കാൻ പറ്റൂല. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. റസൂലുള്ളാഹി നിസ്കരിച്ചത് ഫാത്തിഹ അറബിയിൽ ഓതിയിട്ടാണ്. ഫാത്തിഹ എന്നല്ല, എല്ലാ ദിക്റും അറബിയിൽ ചൊല്ലിയിട്ടാണ്. അതാ റുകൂഇലെ ദിക്ർ അറബിയിലാണ്, സുജൂദിലെ ദിക്ർ അറബിയിലാണ്. എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നാറുണ്ട്. എന്താണ് നമ്മളെ നാട്ടിലെ മുജാഹിദ് റുകൂഇലെ ദിക്ർ എന്താണ് മലയാളത്തിൽ ചൊല്ലാത്തത്? എന്തേ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്നെന്തിനാണ് പറയുന്നത്? കാരണം അല്ലാഹു കേട്ടിരിക്കുന്നു, അവനെ സ്തുതിച്ചവനെ എന്തിനാണത് പറയുന്നത്? എവിടെ യുക്തിക്ക് യോജിക്കുന്നു? എന്നാൽ നമ്മൾ സുന്നികളായ നമ്മൾ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങനെയേ പറയുകയുള്ളൂ. സഹാബത്ത് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ മാറി പറയൂല. അതുപോലെയാണ്. എന്നാൽ വെള്ളിയാഴ്ച ഖുതുബയും സഹാബത്ത്, ഇവിടെ ധർമ്മടത്ത് മഹാന്മാരായ സഹാബത്ത് വന്നില്ലേ, കാസർഗോഡ് വന്നില്ലേ, മാലിക് ദീനാറിലെത്തിയില്ലേ? കേരളത്തിൽ എത്രയാണ് സഹാബത്ത് വന്നത്? ഒരൊറ്റ സഹാബിയും ഇവിടെ വന്നിട്ട് അറബിയിൽ പ്രസംഗിച്ചിട്ടല്ല ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുത്തത്, മലയാളത്തിലാണ്. പക്ഷേ അവരാരും വെള്ളിയാഴ്ച ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ അവർ ഓതിയിട്ടില്ലേ ജനങ്ങളെ? ഞാൻ എൻ്റെ പെൺകുട്ടികളോട് പറയുന്നു, വെള്ളിയാഴ്ച 3 വെള്ളിയാഴ്ച ഒരാൾ ജുമുഅ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഹൃദയത്തിന് നിഫാഖിന്റെ ശീലങ്ങടിക്കും. നിങ്ങളെ ഭർത്താക്കന്മാര് വഞ്ചിക്കും കേട്ടോ. ഓ ഉമ്മമാരെ, നിങ്ങൾ ജുമുഅ ബാത്തിലാക്കുന്നതിലേക്ക് നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ പറഞ്ഞയക്കരുത്, അനുവദിക്കരുത്. അനുവദിച്ചു പോയാൽ നിങ്ങളെ ഭർത്താക്കന്മാര്, നിങ്ങളെ മകളുടെ ഭർത്താക്കന്മാര് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുന്ന പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം ജുമുഅ സഹീഹാകൂല. പകരം ളുഹർ നിസ്കരിച്ചില്ലെങ്കിൽ ഒരു നിസ്കാരം നഷ്ടപ്പെടുത്തിയവനാണ്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ ശ്രദ്ധിച്ചേക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.
റസൂലുള്ള പഠിപ്പിച്ചത് അറബി ഭാഷയിൽ ഖുത്ബ ഓതാനാണ്. അത് മുസ്ലിങ്ങളുടെ വിശ്വാസം. റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ജീവിക്കലാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് പറയേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട്, എൻ്റെ ഉമ്മമാരോട് പറയുന്നു, ചിലപ്പോൾ ചില നന്മകളൊക്കെ വന്നിങ്ങ് പറയും. എന്നിട്ട് ചില ആളുകൾ, ഇന്ന് ഞാനൊരു വീട്ടിൽ കൂടലിന് പോയി എൻ്റെ നാട്ടില്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അല്ല ഉസ്താദേ, നിങ്ങൾ ഇന്നാലും ഒരാളെ പ്രസംഗം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയാൾ നല്ല സുന്നിയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല, എന്നാൽ ഇന്നാലും ഒരു പേര് നിങ്ങൾ അടിച്ചൊന്ന് കേൾക്കണം. ഞാൻ ചോദിച്ചു, എന്താണ്? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അയാളെ പ്രസംഗം കേൾക്കേണ്ട പ്രസംഗമാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പ്രസംഗത്തിൽ പറയുന്നത്? അത് പറയുന്നത് ഈസാ നബി മരിച്ചു പോയിട്ടുണ്ട് എന്നാണ്. ഈസാ നബി മരിച്ചു പോയിട്ടുണ്ട് എന്നാണ്. മൈശറ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു സാധനമില്ല എന്നാണ്. നഊദു ബില്ലാഹ്. ഖുർആന് പറഞ്ഞതിനെതിരെ അത് കേൾക്കാൻ കുറെ ജനങ്ങള്. ഞാൻ എൻ്റെ ഉമ്മമാരോട്, സഹോദരന്മാരോട് അങ്ങനത്തെ പ്രസംഗങ്ങൾ കേൾക്കരുത്. കേട്ടാലോ? ചിലര് പറയും. ഞാൻ അയാളോടും പറഞ്ഞു, നിങ്ങളത് കേൾക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് കേൾക്കണം എന്ന് പറഞ്ഞ അയാള്. ഞാൻ പറഞ്ഞു, കേൾക്കരുത്. പിന്നെ അയാൾ എന്നോട് പറഞ്ഞു, ഞമ്മക്കുറപ്പാണ് അയാൾ കള്ളമാണ് പറയുന്നത്, എന്നാലും കേൾക്കാതിരിക്കലാണ് നല്ലത്. എന്താ കാരണം എന്നറിയുമോ? അഥവാ അവര് ഒരു വിഷയം പറയുമ്പോ നമ്മളെ മനസ്സിൽ അത് സത്യമാണെന്നങ്ങ് തോന്നിപ്പോയാൽ, സുബ്ഹാനല്ലാഹ്, ഈമാൻ പോയില്ലേ, നമ്മൾ നഷ്ടപ്പെട്ടില്ലേ. അതുകൊണ്ട് നമ്മൾ നന്നായി ഈമാന് പോയി പോകുന്നതിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കണം. നമ്മളെ തഖ്വ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കണം. അന്തകൂന റഫീക ഖൗമി ലഹും സാദും വഅൻത ബി ഗൈരി സാദി. നമുക്ക് നമ്മളെ ഉമ്മാമമാരുടെ വിശ്വാസം, ആ വിശ്വാസത്തോടെ നമുക്ക് മരിക്കണം. മരിച്ചാൽ ആ ഉമ്മാമമാരുടെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ തൗബ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ആദ്യം നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മുടെ വിശ്വാസം നന്നാക്കണം. ഞാനിപ്പോ കുറേ വിഷയങ്ങൾ പറയാറുണ്ട്. മൊത്തത്തിൽ എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മൾ പഴയ കാലത്തെ ആളുകൾ എന്താണോ പഠിപ്പിച്ചത്, നമ്മളെ ഉപ്പാപ്പമാർ, ഉമ്മാമമാർ എന്താണോ ഇവിടെ പഠിപ്പിച്ചത്, ഒരു 100 കൊല്ലമേ ആയിട്ടുള്ളൂ വിദേഹത്തിന്റെ ആളുകൾ വന്നിട്ട്. 1300 ചില്ലാനം കൊല്ലം ഇവിടെ പഠിപ്പിച്ചത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. അതിൽ നമ്മൾ വിശ്വസിക്കുക. അതിലാണ് സഹാബികളുള്ളത്, ഇമാമുമാരുള്ളത്, ഔസുല്ലാദമിനെ പോലെയുള്ള ഔലിയാക്കന്മാരുള്ളത്, ഷാഫി ഇമാമിനെ പോലെയുള്ള വലിയ ഇമാമിങ്ങളുള്ളത്, നബവി ഇമാമിനെ പോലെയുള്ള മഹാന്മാരുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയ നേതാക്കളുള്ളത്, ഖുത്ബിത്തങ്ങളുള്ളത്, അതാ നമ്മുടെ കണ്ണൂർ സിറ്റിയിലെ മൗലയുള്ളത്. ഇവരൊക്കെ എല്ലാ മഹാന്മാരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് പഠിപ്പിച്ചത്. നമ്മൾ അത് വിട്ട് പിരിഞ്ഞു പോയാൽ ഈമാനുണ്ടാകൂല. ഈ റമളാൻ നമുക്ക് ഉപകരിക്കൂല. ശരീരം കൊണ്ട് കാട്ടിക്കൂട്ടലിനേക്കാളും വലുത്, ശരീരം കൊണ്ടുള്ള പ്രവർത്തനത്തിനേക്കാൾ വലുത് ഖൽബിലുള്ള ഈമാനാണ്, തഖ്വയാണ്. ആ തഖ്വയോടെ നമ്മൾ ഇബാദത്ത് ചെയ്യണം. എന്നിട്ട് നമ്മൾ അങ്ങനത്തതല്ലാത്ത വല്ല ചിന്തയും വാക്കും പ്രവർത്തനവും നമ്മിൽ വന്നെങ്കിൽ ഖാലിഖായ റബ്ബിനോട് നമ്മൾ തൗബ ചെയ്യണം. അല്ലാഹു നമ്മുടെ തൗബ ഖബൂൽ ചെയ്യട്ടെ. നിങ്ങളെന്തോ ഒരു ഉഷാറില്ലാത്തത്, അമ്പോ ഉഷാറില്ലാത്തതെന്ന് ചോദിച്ചാൽ ആമീൻ പറഞ്ഞാൽ അത് വലിയ കുടുംബമല്ലേ? ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. മോശം പറഞ്ഞതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനും തഖ്വയും ഏറ്റി തരുമാറാകട്ടെ. ഉഷാറിൽ ആമീൻ പറയണം. കാരണം നമ്മൾ ആഖിറമാണ് വഅദ് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധ റമദാൻ സമാഗതമാകുന്നു. നമ്മൾ ഒരു കല്യാണപ്പുരയിൽ പോകുമ്പോൾ
നമ്മളെ ഉള്ള ഡ്രസ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഡ്രസ്സ് അലക്കി ഇസ്തിരിയിട്ട് നമ്മൾ പോകും. നമ്മളെ വീട്ടിലൊരു കല്യാണമാണ്, എന്നാൽ എന്തെടുക്കോ 2 പുതിയ ഡ്രസ്സ് എടുക്കും. അപ്പൊ അങ്ങനല്ലേ തലശ്ശേരി ഏരിയയിലൊക്കെ അങ്ങനെയാണ്. എന്നാലൊരു ചെറുപ്പക്കാരന് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഉസ്താദേ ഞാൻ ഗൾഫിൽ പോവാണ്. അയാൾക്ക് 40,000 രൂപ നാട്ടിൽ നിന്ന് വരുമാനമുണ്ട്. തലശ്ശേരി ഈ ചൊക്ലിക്കടുത്ത് കല്യാണം കഴിച്ചൊരു പുതിയാപ്പിളയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു ഞാൻ ഗൾഫിൽ പോവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് മോനെ? 40,000 രൂപ വരുമാനമില്ലേ? ഒരു 20,000 രൂപ കൊണ്ട് ജീവിച്ചാൽ, ഒരു 20,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരു കൊല്ലത്തിൽ 2.5 ലക്ഷം രൂപ ബാക്കിയായി കിട്ടൂലേ? അങ്ങനെയാ ചിന്തിക്കേണ്ടത്. കിട്ടുന്ന പൈസ മുഴുവൻ അടിച്ചു പൊളിക്കലല്ല, താൽക്കാലികമായുള്ള രസങ്ങളല്ല. അങ്ങനെ ജീവിക്കരുത്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അവനൊരു വീട് വേണം, അവനെന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം, അതിന് പൈസ വേണം. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ 40,000 വരുമാനമുണ്ട്, പക്ഷേ 50,000 കൊണ്ടും ചെലവ് മതിയാകുന്നില്ല. ഞാൻ ചോദിച്ചു എന്ത് ചെലവാണിത്? അപ്പൊ അയാൾ പറഞ്ഞു, ഭാര്യ വീട്ടിൽ പോകുമ്പോൾ സാധനം വാങ്ങണം, വൈകുന്നേരം ഏത് കടക്കാരി വാങ്ങിയാലും ഒരു 500-600 വേണം. അപ്പൊ എല്ലാ ദിവസവും വാങ്ങുകയാണെങ്കിൽ എന്ത് പോയി? 10,000-18,000 രൂപ അങ്ങനെ പോയി. വണ്ടിയിൽ എണ്ണ അടിക്കണം, ഒരു 300 രൂപക്ക് എണ്ണ വേണം, 10,000 അങ്ങനെയും പോയി. എന്തായി? 28,000 രൂപ അങ്ങനെ പോയില്ലേ? പിന്നെന്താ ബാക്കിയുള്ളത്? 28,000 രൂപ പോയാൽ 40,000 കിട്ടും. എനിക്ക് 12,000 രൂപ എന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കണം, ഏകദേശം ഒരു 8-10 രൂപ കഴിഞ്ഞു. പിന്നെ ഒരു 2,000 രൂപ എന്താണ്, അല്ലെങ്കിൽ ഒരു 5,000 രൂപ എന്റെ ഉമ്മാക്കും കൊടുക്കണം, കഴിഞ്ഞു. ഇപ്പൊ 3,000 രൂപ കടായി. പിന്നെയോ പിന്നെ ഒരു കല്യാണം വന്നാല് എല്ലാവർക്കും വേണം 2 ജോഡി ഡ്രസ്സ്. മാസത്തിലൊരു 2 കല്യാണം ഉണ്ടെങ്കിൽ 2 ജോഡി ഡ്രസ്സിന് 5,000 രൂപ വരും. അതെങ്ങനെയാണെങ്കിൽ ഭാര്യയ്ക്ക് മാത്രം, മക്കൾക്കും വേണം. എല്ലാം കൂടി ആകുമ്പോ 10,000-20,000 കടാകാണ്. നാട്ടിൽ നിന്ന് പോയാൽ ഒരു 25,000-15,000 അയച്ചു കൊടുത്തിട്ട് പിന്നെ ഫോൺ എടുത്തില്ലെങ്കിൽ തരക്കേടില്ല. 2 കൊല്ലം സഹിച്ചാൽ എനിക്ക് വീടിന്റെ പണി തുടങ്ങാന്ന് പറഞ്ഞു അയാൾ. ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയുന്നു, നമ്മൾ ആദ്യം ചെറുപ്പക്കാരായ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറയുന്നു, അടിച്ചു പൊളിക്കലല്ല വേണ്ടത്. നല്ല കിടന്നുറങ്ങാനുള്ളൊരു വീട്, അതേപോലെ റാഹത്തിൽ കഴിക്കാനുള്ള വരുമാന മാർഗം, ഇതുണ്ടാക്കിയതിന്റെ ശേഷം മാത്രമേ നമ്മൾ അടിപൊളിയിലേക്കൊക്കെ ഇറങ്ങാവൂ. അതാണ് ബുദ്ധി. അല്ലാതെ നമ്മൾ അടിച്ചു പൊളിക്കുക എന്നതല്ല ജീവിതത്തിൽ ഏറ്റവും വലുത്. അങ്ങനെ ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അടിപൊളി വീടെടുത്തു. പിന്നെ പഠിച്ചോനെ ഒരേ കൂട് കഴിഞ്ഞാൽ പിറ്റേന്ന് തരാന്ന് പറഞ്ഞ പൈസയുണ്ട്. 25 ലക്ഷം കിട്ടുന്ന ഇയാള് കരുതിയ 10 ലക്ഷമേ കിട്ടിയുള്ളൂ. 25 ലക്ഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് വീട്ടിൽ വന്ന് ശല്യം ചെയ്തു. അത് കൊടുക്കാനുള്ള വേറെ കടം വാങ്ങല്. അവസാനം എടുത്ത വീടും വിറ്റ് പോകാണ്. ആദ്യം സ്ഥലമുണ്ടായിരുന്നു, അതവിടെ നിന്നുകൂടായിരുന്നോ? ഒരു ചെറിയ വീടെടുത്താൽ അവിടെ ആർക്കും കടമില്ലാതെ എടുത്താൽ സമാധാനത്തിൽ കടന്നുറങ്ങിക്കൂടെ? അതല്ലേ ബുദ്ധി. ആൾക്കാരെ മുന്നിൽ ആദ്യം ഇങ്ങനെ അടിപൊളിയാകും, പിന്നെ ഒന്നും ഉണ്ടാകൂല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഡ്രസ്സ് മാവുകയും അതുപോലെ വീട് ഉഷാറാക്കുകയും ചെയ്യുന്നു എങ്കിൽ നമ്മളെ മകളെ കല്യാണത്തിന് നമ്മൾ പെയിന്റ് അടിക്കൂലേ? നമ്മൾ കല്യാണത്തിന് ഡ്രസ്സ് വാങ്ങൂലേ? എന്നാൽ വിശുദ്ധ റമദാൻ ഒരു വിരുന്നുകാരനാണ്. വിശുദ്ധ റമദാൻ ഒരു വിരുന്നുകാരനാണ്. അതിന് നമ്മൾ വീട് പെയിന്റ് അടിക്കലിനേക്കാളും വലുത്, വീട്ടിൽ പത്തിരിപ്പൊടി ഉണ്ടാക്കി വെക്കുന്നതിനേക്കാളും വലുത്. അതുപോലെ നമ്മളെ വീട്ടിന്റെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുകയൊക്കെ വേണം, അത് നല്ലതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ വലുതെന്താണെന്നറിയുമോ? വലുത് നമ്മളെ ഖൽബ് നന്നാക്കലാണ്, ഈമാൻ ഉണ്ടാക്കലാണ്, തഖ്വയുണ്ടാക്കലാണ്. അതെങ്ങനെ ഉണ്ടാക്കും? ആദ്യത്തെ അതിന് നമ്പർ 1 ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഖാലിഖായ റബ്ബിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങലാണ്. നന്നായി റബ്ബിലേക്ക് തൗബ ചെയ്തോളൂ. ഞാനും നിങ്ങളും തെറ്റതാ നമ്മളെ ദൃഷ്ടിയിൽ ചിലപ്പോ ഞാൻ അങ്ങനത്തെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മോളെ മോനെ, അതൊക്കെ നമുക്ക് വെറുതെ തോന്നുകയാണ്. കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു,
ഉസ്താദേ, എനിക്കൊരു ചെറിയൊരു അസുഖമുണ്ട്. എന്താണ് അസുഖം? എനിക്കൊരു മോശമുണ്ട്. എന്താണ്? എന്നോട് ഇങ്ങനെ പോകുമ്പോൾ ഒരു പെണ്ണിനെ കണ്ടാൽ എന്നോട് ഇങ്ങനെ നോക്കിപ്പോകും. ഓ, അവള് നല്ല സൗന്ദര്യമുണ്ടല്ലോ എന്നൊന്നങ്ങ് ചിന്തിച്ചു പോകും. അത് അല്ല എനിക്ക് പൊരുത്തപ്പെടുമോ? ചെറുപ്പക്കാരൻ, നല്ല ചെറുപ്പക്കാരനാണ്, നന്നാകാൻ വേണ്ടി ആശിച്ചുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ തൗബ ചെയ്യണം, തൗബ ചെയ്യണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, എങ്ങനെ, എത്രയാണ് തൗബ, എന്താണ്? ഞാൻ പറഞ്ഞു, നീ നാളെ ഒരു കാര്യം ചിന്തിക്കണം. അദ്ദേഹത്തിനൊരു ഡ്രൈവർ ഉണ്ട്. ആ ഡ്രൈവറെ കൂടെ നീ എന്താണ് കോഴിക്കോടേക്ക് പോകുമ്പോ നീ ഒരു കടലാസ് എടുക്കണം. എന്നിട്ട് തെറ്റ് എന്ന് എഴുതുക. ഒരു തെറ്റ് ചെയ്താൽ നീ ഒരു വര വരക്കണം. രണ്ടാമത്തെ ഒരു ഹറാമ് ചെയ്താൽ നീ രണ്ടാമത്തത് വരക്കണം. ഞാൻ പറഞ്ഞു, ഏത് തെറ്റ്? നീ ഹറാമ് നോക്കുന്നതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒരു 70 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോ എന്റെ വണ്ടിയിലിരുന്ന് ഞാൻ 150 ഹറാമിന്റെ വര ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ കൂടുകയല്ലാതെ കുറയൂല. ഞാൻ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇനി നീ തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 200 തെറ്റിന് തൗബ ചെയ്യണം, 200 തെറ്റിന് തൗബ ചെയ്യണം. അതിന് 200 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറയണം. എന്നിട്ട് ഖാലിഖായ റബ്ബിനോട് നീ മനസ്സ് വേദനിച്ച് തൗബ ചെയ്തേക്കണം. തൗബ ചെയ്താൽ ഉമ്മമാരെ ഭയപ്പെടണ്ട, ചെറുപ്പക്കാരെ ഭയപ്പെടണ്ട. ഖാലിഖായ റബ്ബ് നമ്മളെ തട്ടിക്കളയൂല. ആരെങ്കിലും ചീത്ത പ്രവർത്തിച്ചു പോയാൽ, ആരെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ, സുമ്മ അല്ലാഹുവിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ യജിദില്ലാഹ ഗഫൂറർ റഹീമാ. സൂറത്തുൻ നിസായിലെ 110-ാമത്തെ സൂക്തത്തിൽ അല്ലാഹ് പറയാണ്, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, വേണ്ടാത്തത് നോക്കിയവരാണ്, വേണ്ടാത്തത് പറഞ്ഞവരാണ്, കേട്ടവരാണ്, തൊട്ടവരാണ്, പിടിച്ചവരാണ്, നടന്നവരാണ്. ഇന്ന് സുബ്ഹാനല്ലാഹ് ചെയ്യുന്ന തെറ്റിന്റെ ഗൗരവം പറയാൻ സമയമില്ല. ഞാൻ എൻ്റെ മോമിനീങ്ങളോട് പറയട്ടെ, നമ്മൾ തൗബ ചെയ്തോളണം. തൗബ ചെയ്താൽ അല്ലാഹ് ദോഷം പുറത്തു തരും. മറ്റൊരു ആയത്തിൽ കാണാം, ആലു ഇമ്രാനിന്റെ 135-ാമത്തെ സൂക്തത്തിലും അല്ലാഹ് പറയുന്നുണ്ട്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ. ഒരാളൊരു തെറ്റ് ചെയ്താൽ ഔ ളലമൂ അൻഫുസഹും, അല്ലെങ്കിൽ അവരെ ശരീരത്തോട് അവർ അക്രമം ചെയ്തു പോയാൽ ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലണം. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലണം. എന്ത് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ മനസ്സറിഞ്ഞൊന്ന് വീട്ടിൽ പോയി ചൊല്ലി നോക്ക്. നമ്മൾ എന്ത് ദിക്ർ ചൊല്ലും? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. പോരാ, തെറ്റാണ് ചെല്ലുന്നത്. അങ്ങനെ തെറ്റാണ്. നമ്മൾ എന്താണ്, ഞാനൊരു മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞ ദിവസം. ഞാൻ ആ വീട്ടിലുള്ള ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, വെള്ളിയാഴ്ചയാണ്, നീ ജുമയുടെ ശേഷം 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ദുആ ചെയ്തോളൂ. അപ്പൊ വേറൊരാൾ പറഞ്ഞു, അതൊന്നും പറ്റൂല, 70,000 ചെല്ലണം. ആകെ 100 ആളേ ഉള്ളൂ. 100 ആള് 70,000 ചെല്ലണമെങ്കിൽ 700 ചെല്ലണം. അങ്ങനെ അവര് 700 ദിക്ർ ചൊല്ലാൻ തീരുമാനിച്ചു. എനിക്ക് 1-2 കാര്യങ്ങളുണ്ട്. ജുമാ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇവരിങ്ങനെ എല്ലാവരും ഉറങ്ങാണ്. 100 ആളെ കൂട്ടത്തിൽ 50 ആളും ഇങ്ങനെ ഉറങ്ങാണ്. കുറച്ച് ഉസ്താദുമാരുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചെല്ലുന്നു. ഞാൻ എൻ്റെ അരികിലുള്ള ഒരു ഉസ്താദിനോട് ചോദിച്ചു, ഇവരൊക്കെയാണോ ദിക്ർ ചെല്ലുന്നത് 70,000? ഉസ്താദിനോട് പറഞ്ഞു, ഇവിടുന്ന് ചെല്ലാത്തവര് പിന്നെ പൂർത്തിയാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആര്? ഏതോ ഒരു മരിച്ച ഉമ്മാക്കും വേണ്ടി, സ്വന്തം ഉമ്മാക്ക് എന്നെ ദിക്റും യാസീനും ഓതാത്ത ആളുകള്. ഇതോ ഉമ്മക്ക് വേണ്ടി നെയ്ച്ചോറ് കിട്ടിയ വകയിൽ എന്താണ് ദിക്ർ ചെല്ലുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതൊന്നും ചെല്ലൂല. നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെ ദിക്ർ ചൊല്ലിയിട്ടൊരു കാര്യവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇലാഹ എന്ന ദിക്റ് ചൊല്ലുമ്പോ ലാ ഇലാഹ എന്ന് പറയുമ്പോ എത്രയാണ് തെറ്റ് മഹാന്മാര് പറയുന്നുണ്ട്. ചിലര് ലാ ഇലാഹ എന്ന് പറയും, യാ പറഞ്ഞാൽ തെറ്റാണ്. ഇലാഹ എന്ന ഹംസ പറയണം. ഇലാ ഇല്ലല്ലാഹ പറയൂല, തെറ്റാണ്. ഇലാഹ എന്ന് പറയണം. ചിലപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ പറയൂല, ഇല്ലല്ലാഹ പറയും. യാ പറഞ്ഞാൽ തെറ്റാണ്. എന്ത് പറഞ്ഞാലും അവസാനം ഒരു ഹ ഉണ്ട്, ഇല്ലല്ലാഹ്. ആഹാ പറയാതെ ദിക്റ് ചൊല്ലിയിട്ടൊരു കാര്യവുമില്ല. അതുകൊണ്ട് ആ നിലക്ക് ദിക്റ് ചൊല്ലണം. ദിക്റ് നമ്മളൊക്കെ ചൊല്ലിപ്പഠിക്കണം, എന്നിട്ട് ചൊല്ലണം. ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, അല്ലാഹുവിനെ ദിക്റ് ചൊല്ലണേ, ദിക്റ് ചൊല്ലണം. ദിക്റ് ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് കരയണം. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് ഒരു ദിവസം റമദാനിൽ 1000 വട്ടം ചൊല്ലണം. കഴിഞ്ഞ എത്ര ചൊല്ലിയിട്ടുണ്ട് നമ്മൾ? നെഞ്ഞത്തൊന്ന് കൈവച്ച് ചിന്തിച്ചു. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് പുരുഷന്മാര് പള്ളിന്ന് ഉസ്താദ് 3 വട്ടം ചൊല്ലും അല്ലേ? അന്നേരം നമ്മളും ചൊല്ലും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എന്തൊരു ദിക്റാണ് മുത്തുനബിയൊക്കെ ചൊല്ലാൻ പഠിപ്പിച്ച ദിക്റല്ലേ. അതാ ആ ദിക്റ് സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്ര ചൊല്ലാറുണ്ട്? ഉസ്താദ് ചൊല്ലും ഒരു 3 വട്ടം ചൊല്ലും. പോരാ. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, ഈ വർഷം നമ്മൾ തീരുമാനിക്കുക, നമ്മൾ എന്ത് വേണം? ഒരു 1000 വട്ടം ഈ ദിക്റ് ചൊല്ലണം. എന്നിട്ട് റബ്ബിനോട് നമ്മൾ കരയണം. കരഞ്ഞാൽ അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കും. അതാണ് ഖുർആനിൽ പറഞ്ഞത്, വസ്തഗ്ഫിറൂ ലിദുനൂബിഹിം. അവരെ ദോഷങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു കൊള്ളണം. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചെയ്ത ഈ തെറ്റിനാരാണ് മാപ്പ് നൽകുക? അല്ലാഹ് തന്നില്ലെങ്കിൽ നമ്മളെ ഉമ്മാക്ക് അധികാരമില്ല, നമ്മളെ വാപ്പാക്ക് അധികാരമില്ല, നമ്മളെ ഭാര്യക്ക് അധികാരമില്ല, നമ്മളെ ഭർത്താവിന് അധികാരമില്ല, നമ്മളെ മക്കൾക്ക് അധികാരമില്ല. വെറും അധികാരമുള്ളത് റബ്ബിനിക്കാണ്. പക്ഷേ വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അതാ ഇനി തെറ്റ് ചെയ്തു പോയ ആളുകളോട് ഞാൻ പറയുന്നു, ഒരു പക്ഷേ എൻ്റെ സദസ്സിൽ വ്യഭിചരിച്ചു പോയവരുണ്ടാകും. അതാ ഹറാമായത് കണ്ടുപോയവരുണ്ടാകും, ഹറാമായത് കേട്ടുപോയവരുണ്ടാകും. സാരമില്ല, മനസ്സുകൊണ്ട് തീരുമാനിക്കുക. അല്ലാഹുവിനെ ദിക്റ് ചൊല്ലിയിട്ട് ഞാൻ ഇനി ചെയ്യൂലെന്ന് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ച് റബ്ബിനോട് മടങ്ങിയാൽ, അല്ലാഹുവിൽ തൗബ ചെയ്ത് മടങ്ങിയാൽ ഏത് തെറ്റും അല്ലാഹ് പുറത്തു തരും. എന്നിട്ട് നമ്മളെ മനസ്സ് നന്നാക്കിയാൽ അല്ലാഹ് നമ്മളെ സ്വീകരിക്കും. നിങ്ങൾ കണ്ടില്ലേ, ഏത് തെറ്റ് ചെയ്താലും റബ്ബ് പുറത്തു തരും. ഏത് വലിയ തെറ്റും അല്ലാഹ് പുറത്തു തരും. മഹാനായ മഅ്മർ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ശൈഖായ ഉസ്താദായ ഇമാം സുഹരി എനിക്കൊരു ദിവസം ഒരു സംഭവം പറഞ്ഞു തന്നു. എന്താണ്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ അരികിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒരാൾ കയറി വന്നു. ആര്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ചൊല്ലൂ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി വന്നു. കയറി വന്നപ്പോ ഉമർ ഇങ്ങനെ കരയാണ്. വഹുവയബ്കി. ചെറിയ കുട്ടികൾ കരയും പോലെ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത കരുണ തോന്നി. കാരണം മുത്തുനബിയല്ലേ, റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ. ചെറുപ്പക്കാരാ, ഭാര്യ കരയുമ്പോ സങ്കടം തോന്നണം. ഉമ്മമാരെ, മക്കള് കരയുമ്പോ വിഷമം തോന്നണം. വാപ്പമാരെ, നമ്മളെ മകന്റെ ഭാര്യയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോ നമുക്ക് വിഷമം വേണം. നമ്മളെ അയൽവാസികൾ നമ്മളെ കൊണ്ട് കരയുമ്പോ നമുക്ക് വിഷമം വേണം. നമ്മളെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് നമ്മളെ ഭാര്യയുടെ അനുജത്തിയോ അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മ
കല്യാണ വീട്ടിലാണ്, പുതിയാപ്പിളാന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് കുറെ ഷർത്തും ഫർളുമാണ്. അതാ അമ്മായിമ്മ കരിയാണ് പുറത്ത് നിന്ന്, എന്റെ മകളെ ഭർത്താവ് ഇങ്ങനെയായി പോയല്ലോ. ഓ സഹോദരങ്ങളെ, കരയിപ്പിക്കരുത്. നമ്മളെ കൊണ്ടൊരാളും വേദനിച്ചൊരു കണ്ണുനീരിന്റെ തുള്ളി ഉറ്റരുത്. നല്ല സ്നേഹം വേണം. അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. അരികിലേക്ക് വിളിച്ച് ചോദിച്ചു, മായുബക്കീക യാ ഉമർ. നമ്മളൊരു മകൻ കരയുന്നത് കാണുമ്പോ അരികിൽ വിളിച്ച് ചോദിക്കണം. അതൊരു മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യതയാണ്. മോനെന്തിന് കരയുന്നു? ഓന്റെ തട്ടിപ്പാണ്, ഓൻ തരികിടയാണ്. അങ്ങനെ പറയരുത്, ആശ്വസിപ്പിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബിനെ വിളിച്ച് മുത്തുനബി ചോദിച്ചു, എന്തിനാ കരയുന്നത്? മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ബിൽ ബാബി ശാബ്. വാതിലിന്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട് നബിയേ. ഖദ് അഹറഖ ഫുആദി വഹുവ യബ്കി. അദ്ദേഹത്തിന്റെ കരച്ചില് കണ്ടിട്ട് എന്റെ മനസ്സ് പൊട്ടിപ്പോയി നബിയേ. അദ്ദേഹത്തിന്റെ കരച്ചില് കണ്ടിട്ട് എന്റെ മനസ്സ് പൊട്ടിപ്പോയി. എന്ത് വിഷയമൊന്നും അറിയില്ല. റസൂല് പറഞ്ഞു, വിളിക്കൂ മറിയ അയാളെ, അദ്ദേഹത്തിനെ വിളിക്കൂ. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. ചെറുപ്പക്കാരൻ കണ്ണ് തോരാതെ കരയുകയാണ്. അതാ പൊട്ടിക്കരയുകയാണ്. ചോദിക്കുന്നു, ഓ മനുഷ്യ, നീ കരയുന്നത് എന്തിനാണ് എന്റെ ചെറുപ്പക്കാരാ? അങ്ങനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ബക്കതനി ദുനൂബുൻ കസീറ വഖിഫ്തു മിൻ ജബ്ബാരിൻ ഗളബാന അലയ്യ. ഞാനാകെ അല്ലാഹനെ പേടിയാകുന്നു. അല്ലാഹ്ക്ക് തെറ്റ് ചെയ്യുന്നവനോട് വലിയ വെറുപ്പാണ്. എന്നോട് വെറുക്കൂലേ? ഞാൻ തെറ്റ് ചെയ്തവനാ, എന്നെ അല്ലാഹ് ശിക്ഷിക്കൂലേ? സുബ്ഹാനല്ലാഹ്. ഒരു 3 അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോളൂ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. നീ ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിച്ച് ഈ സദസ്സിൽ നിന്ന് തിരിച്ചയക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് ഈ ചെറുപ്പക്കാരൻ എന്റെ തെറ്റുകൾ, ആ തെറ്റ് കാരണത്താൽ എന്റെ റബ്ബനോട് ദേഷ്യം വെക്കൂലേ, അത് ഭയപ്പെട്ടിട്ടാണ് ഞാൻ കരയുന്നത്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ്, അശ്റക്ത ബില്ലാഹി ശൈഅൻ യാ ശാം. നീ അല്ലാഹുവിനോട് വേറെ ആരെങ്കിലും ആരാധിച്ചു പോയോ? നീ വല്ല മുസ്ലിങ്ങളല്ലാത്തവരുടെ വല്ല വിശ്വാസത്തിലും പെട്ടുപോയോ? നീ അതാ അവരെ ആരാധിക്കുന്ന വസ്തുവിനെ ആരാധിച്ചു പോയോ? നമ്മൾ നന്നായി ശ്രദ്ധിച്ചു കൊള്ളണം. നമ്മൾ അയൽവാസികളായ ഹൈന്ദവരായ ജനങ്ങളോട് നമ്മൾ നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കണം. നല്ല സൗഹാർദ്ദത്തിൽ ജീവിച്ചു കൊള്ളണം. നമ്മൾ അവർക്ക് നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടും വരുത്താൻ പാടില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും അവരോട് അവരുടെ ആരാധനയിൽ പങ്കുകൂടാനും പാടില്ല. നമ്മൾ അവരുടെ ഏതെങ്കിലും ആഘോഷങ്ങളിൽ അവർക്കെന്നെ സ്ഥലമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് അവരെ നമ്മൾ ശല്യം ചെയ്യരുത്. നമ്മൾ അവരെ വിളിച്ചിട്ട് നമ്മളെ പെരുന്നാളിന് പള്ളിയിൽ അതാ വലിച്ചു കൊണ്ടുവരരുത്. നോമ്പിന് പള്ളിയിലേക്ക് വലിച്ചു കൊണ്ടുവരരുത്. അതുപോലെ അവരുടെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ അവർക്ക് ശല്യം ചെയ്യരുത്. അത് മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ല, മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, അശ്റക്ത ബില്ലാഹി ശൈഅൻ യാ ശാബ്. നീ അല്ലാഹുവിനെ വല്ല വസ്തുവിനെയും പങ്കു ചേർത്തിട്ടുണ്ടോ? ലാ ഇല്ല നബിയെ. അടുത്ത ചോദ്യം, ഖതൽത നഫ്സൻ ബിഗൈരി ഹഖ്. നീ ആരെങ്കിലും കൊന്നുപോയിട്ടുണ്ടോ? ഒരു മനുഷ്യനെയും അനധികൃതമായി ഒന്ന് കുത്തി നോവിക്കരുത്. നാവ് കൊണ്ട് പോലും നമ്മൾ വിഷമിപ്പിക്കരുത്. നീ വല്ലവരെയും
السماوات السبع والأرضين السبع والجبال الرواسي. നിന്റെ തെറ്റ് വലിയ മലയുടെ വലുപ്പത്തിലുണ്ടോ? അല്ലാഹ് പുറത്തു തരും മോനെ. 7 ഭൂമിയുടെ വലുപ്പമുണ്ടോ? അല്ലാഹ് പുറത്തു തരും മോനെ. 7 ആകാശത്തിന്റെ വലുപ്പമുണ്ടോ? പുറത്തു തരും. നീ ഭയപ്പെടേണ്ടതില്ല. ഉടനെ റസൂലുള്ളാഹിനോട് ചെറുപ്പക്കാരന്റെ മറുപടി, ദംബി അഅ്ളമു മിൻ ദാലിക്. ദംബി, എന്റെ തെറ്റുണ്ടല്ലോ, അഅ്ളമു മിൻ ദാലിക്, ഇതിനേക്കാളും വലുതാണ് നബിയേ. റസൂലുള്ളാഹി വീണ്ടും സമാധാനിപ്പിക്കാൻ ചോദിച്ചു, ദംബുക അഅ്ളമു അമിൽ കുർസിയു. അല്ലാഹുവിന്റെ വലിയൊരു സൃഷ്ടിയുണ്ട്, കുർസി എന്നാണ് അതിന്റെ പേര്. ആ കുർസിയിനേക്കാളും വലുതാണോ നിന്റെ തെറ്റ്? അതാ ചെറുപ്പക്കാരൻ പറഞ്ഞു, ദംബി അഅ്ളം, എന്റെ തെറ്റ് അതിലും വലുതാണ്. കഴിഞ്ഞില്ല. ദംബുക അഅ്ളമു അമിൽ അർശു. അർശാണോ അതിനേക്കാളും വലുതാണ്. 7 ആകാശത്തെക്കാളും വലുതാണ്. അതിലുള്ള സകലതിനേക്കാളും വലുതാണ്. അർശ് അതിനേക്കാളും വലുതാണ് നിന്റെ തെറ്റ്. ദംബി അഅ്ളം, എന്റെ തെറ്റ് വലുതാണ്. എന്നാൽ ദംബുക അഅ്ളമു അമിലാഹു, അല്ലാഹുവിന്റെ റഹ്മത്താണോ വലുത്, അല്ലേ നിന്റെ തെറ്റാണോ? അതാ പറഞ്ഞു, ബലില്ലാഹു അഅ്ളമു വജൽ, അല്ലാഹുവിന്റെ മാപ്പാണ് വലുത്. അല്ലാഹുവിന്റെ മാപ്പാണ് വലുത്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അഖ്ബിർനി ബിദംബിക്, നിന്റെ തെറ്റൊന്ന് എനിക്ക് പറഞ്ഞു തരൂ, ഞാനൊന്ന് കേൾക്കട്ടെ. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഫഇന്നി അസ്തഹീ മിൻക യാ റസൂലല്ലാഹ്, തങ്ങളോട് പറയാൻ പറ്റൂല. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എനിക്ക് തെറ്റിന്റെ എന്താ തെറ്റ് എന്ന് പറയാൻ പറ്റൂല. അത്രയും വഷളത്തരമുള്ള ഒരു തെറ്റാണ് നബിയേ. നമ്മൾ ചിന്തിക്കണം, മഹ്ശറയില് നമ്മൾ ചെയ്യുന്ന എല്ലാ രഹസ്യമായ തെറ്റുകളും നമ്മളെ ഉപ്പാന്റെ, ഉമ്മാന്റെ, ഭർത്താവിന്റെ, ഭാര്യയുടെ, മക്കളുടെ, ഉപ്പാപ്പയുടെ, ഉമ്മാമയുടെ, ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ളവരുടെ, അല്ലാ മുത്തുനബിയുടെ ഉസ്താദിന്റെ മുന്നിൽ വെച്ച്, എല്ലാവരെ മുന്നിൽ വെച്ചിട്ടും ആ വിചാരണ ചെയ്യുമ്പോ ആ തെറ്റ് നമ്മൾ ഏറ്റു പറയേണ്ടി വരും. റസൂലുള്ളാഹിനോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ലജ്ജ തോന്നുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, അഖ്ബിർനി അൻ ദംബിക്, എന്നാലും പറയൂ. അപ്പൊ പറഞ്ഞു, നബിയേ, കുന്തു റജുലൻ നബ്ബാശ. ശരിക്ക് കേട്ടോളൂ, ഞാനൊരു ഖബർ മാന്തുന്ന മനുഷ്യനാണ്, ഖബർ കുഴിക്കുന്നവനെന്നല്ല. അതായത് ആരെയെങ്കിലും ഇന്ന് കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്താൽ, എല്ലാരും കിടന്നുറങ്ങിയ പാതിരാ സമയത്ത് ചെന്നിട്ട് അദ്ദേഹം ഖബർ മാന്തും. മാന്തിയിട്ട് ഫനബസ്തു ഖബറഹ, ഞാൻ അവരെ ഖബർ മാന്തും. എന്നിട്ട് ഞാൻ ആ മയ്യത്തിനെ പുറത്തെടുത്തിട്ട് കഫൻ തുണി ഞാനിങ്ങ് കഴിച്ചെടുക്കും. അതുകൊണ്ട് പോയി ഞാൻ അലക്കും. ഞാൻ നന്നായി കൊണ്ടുപോയി അത് വിൽപ്പന നടത്തും. ഇതാണ് എൻ്റെ ജോലി. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം. 7 കൊല്ലമായി ഞാൻ ജോലി ചെയ്യുന്നു. ഹത്താ മാത്തത് ജാരിയത്തും മിൻ ബനാത്തിൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട നല്ല ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഫനബസ്തു ഖബറഹാ ഫഅഖറജതുഹാ മിൻ കഫനിഹാ, ഞാൻ അവളെ മാന്തിയെടുത്ത് അവളെ ശരീരം പുറത്ത് കൊണ്ടുവന്ന് വെച്ച് ഞാൻ അവളെ കഫം കൂടെ കഴിച്ചെടുത്തോ. ഞാനത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെച്ച് വന്നിട്ട് മറവ് ചെയ്യാമെന്ന് കരുതിയതാണ്. ഞാൻ അങ്ങോട്ട് നടന്നങ്ങ് നീങ്ങിയപ്പോ ഇത് എന്റെ കൽബിലൊരു ശൈത്താൻ ഇങ്ങ് കേറിപ്പോയി. എന്റെ കൽബിലൊരു ശൈത്താൻ കേറിപ്പോയി. എന്താണ്, ഞാൻ കണ്ട പെണ്ണിനെ പോലെ സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവള് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരിയാണ്. ഞാൻ തിരിച്ചു തന്നു ഞാൻ അവളെ കൊണ്ട് എൻ്റെ വികാരശമനം നടത്തി. ഞാൻ അവളെ ശരീരത്തിൽ നിന്നിങ്ങ് എണീറ്റപ്പോ ഒരു വലിയ അത്ഭുതമുണ്ടായി നബിയേ.
എൻ്റെ മനസ്സ് പൊട്ടിപ്പോയ ഒരത്ഭുതം. എന്താണ് അത്ഭുതമെന്നോ? ഇത് ഖാമത്തിൽ ജാരിയ, പെണ്ണ് എണീറ്റിങ് നിന്നോ. മരിച്ചു കിടക്കുന്ന ഈ പെണ്ണ്, വിവസ്ത്രയായ പെണ്ണ് എണീറ്റിങ് നിന്നോ. നിന്നിട്ട് എന്നോട് പറഞ്ഞു, വൈലക്കയാശാം, എടാ നീയാണ് ഏറ്റവും നശിച്ചവൻ, നിനക്ക് നാശമുണ്ടടാ. കാരണം എന്താണ്? മഹ്ശറയിലെത്തുമ്പോ നീ ചെയ്ത ഈ തോന്നിവാസത്തിന് പ്രതിഫലം തരുന്ന റബ്ബിനെ നീ മറന്നുപോയോ? നീ റബ്ബിനെ മറന്നുപോയോ? അല്ലാഹുവിനെ മറന്നുപോയോ? നീ എന്തൊരു മനുഷ്യനാണടോ. അതാ കഴിഞ്ഞില്ല. രണ്ടാമത്തത്, നീ എന്നെ ഡ്രസ്സില്ലാതെ മരണപ്പെട്ടവരുടെ ഇടയില് ഡ്രസ്സില്ലാത്തവനായി കളഞ്ഞില്ലടാ. കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ഞാൻ മരണപ്പെട്ടതിന്റെ ശേഷം നീ എന്നെ വ്യഭിചരിച്ചിട്ട് എന്നെ ഒരു ജനാപത്തുകാരനാക്കി കളഞ്ഞില്ലടാ. പെണ്ണവിടെ വീണ്ടും വീണങ്ങ് മരിച്ചുപോയി. ഇതും പറഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, മുത്തുനബിയെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ തെറ്റ്. പറഞ്ഞു തീരുമ്പോഴേക്ക് റസൂലുള്ളാഹി ചാടി. മുത്തുനബി ഇങ്ങ് ചാടി. ഇയാളെ പെരടി ഇങ്ങ് പിടിച്ചിട്ട് ഒരൊറ്റ ഉന്ത് കൊടുത്തിട്ട് പറഞ്ഞു, യാ ഫാസിഖ്, ചമ്മാടിയായ മനുഷ്യ, ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം, ഇവിടെ നിൽക്കാൻ പാടില്ല. കാരണം എന്താണ്? നിന്നെയല്ലേടോ നരകത്തിലിടേണ്ടത്, പോകാനാണ് പറഞ്ഞത്. ഇത്രയും വലിയ തെറ്റ് ചെയ്ത നിന്നെ ഞാൻ അംഗീകരിക്കൂല. ചെറുപ്പക്കാരൻ ആരാണ് ഈ മടക്കി അയക്കുന്നത്? വലൈസ ലനാ ഇല്ലാ ഇലൈക റസൂലുനാ, അല്ലാഹുവിന്റെ റസൂലല്ലാതെ, നബിയേ തങ്ങളല്ലാതെ ഞങ്ങൾക്ക് അഭയം നൽകാൻ ഒരാളില്ലല്ലോ. വഅൈനാ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി. ഈ വിഷയം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ആട്ടിയോടിക്കുകയാണ്. ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്, ഒരു മലയിലേക്ക് പോവുകയാണ്. വലിയ മണ്ണിലേക്ക് മുഖം കുത്തി ഖാലിഖായ റബ്ബിനോട് കരയാണ്. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, 10 ദിവസമല്ല, കരഞ്ഞ് ഖാലിഖായ റബ്ബിനോട് കരഞ്ഞ് കരഞ്ഞ് പറയാണ്, അല്ലാഹ് അല്ലാഹ് എനിക്ക് തൗബ തരണം, തൗബ തരണം. സുബ്ഹാനല്ലാഹ്. 40 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിനോടൊരൊറ്റ ദുആയാണ്, യാ ഇലാഹ മുഹമ്മദിൻ വആദമ വഹവ്വ, എന്റെ ഉപ്പാദമിന്റെയും ഹവ്വ ഉമ്മയുടെയും മുത്തുനബിയുടെയും അല്ലാഹ് നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഞാനതാ 40 ദിവസമായില്ലേ കരയുന്നു. ഇൻകുന്ത ഗഫർതലീ, നീ എന്റെ ദോഷം പുറത്തു തരുമോ? നിന്റെ പാപം പുറത്തു തരുമോ? തരുമെങ്കിൽ അതാ ഫഅലിം മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസഹാബ, എന്റെ തെറ്റിനി മുത്തുനബിയെ തെറ്റ് പുറത്തു എന്നത് മുത്തുനബിയെ അറിയിക്കണം. എന്റെ തൗബ സ്വീകരിച്ചു എന്നത് മുത്തുനബിയുടെ കൂട്ടുകാരെ അറിയിക്കണം. ഇല്ല അല്ലാഹ്, ഇല്ലേ അല്ലാഹ്, നീ എനിക്ക് പൊറുക്കൂലേ? എന്നെ നീ ഒരു തീയിറക്കിയിട്ടങ്ങ് കരിച്ചു കളയണേ അല്ലാഹ്. എന്നിട്ട് എന്നെ ദുനിയാവിൽ നീ തീയിലിട്ട് കരിച്ചിട്ട് വനജ്ജിനീ മിൻ അദാബിൽ ആഖിറ, ആഖിറത്തിലെ അദാബിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ അല്ലാഹ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് ആ സമയത്ത് വരികയാണ്, മലക്ക് വരികയാണ്, മലക്കുൽ അമീൻ, മലക്ക് ജബറായീൽ.
അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹിനോട് അല്ലാഹ് വരെ തൗബ സ്വീകരിച്ചിരിക്കുന്നു, അതാ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചോളൂ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എന്തിനാണ് ഈ വിഷയം പറഞ്ഞത്? റമളാൻ വരുന്നു, ഖൽബ് നന്നാക്കണേ, തൗബ ചെയ്യണേ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാകണേ. 20 റക്അത്തെ തറാവീഹ് നിസ്കരിക്കാവൂ. അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ച് പഠിച്ചവരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 20 റക്അത്ത് തറാവീഹാണ് മദീനത്തെ പള്ളിയിൽ ഇമാമുകളുടെ നേതൃത്വത്തിലായി നിലനിർത്തിയിട്ടുള്ളത്. അതുപോലെ അതിന്റെ ശേഷം 1 3 11 വരെ വിത്ർ നിസ്കരിക്കാം. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ റബ്ബിലേക്ക് മടങ്ങണം. റസൂലുള്ള പഠിപ്പിച്ചതുപോലെ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടി, എന്നിട്ട് നമ്മൾ റസൂലുള്ളാഹിനോട് എതിര് ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അല്ലാഹ് നമ്മളോട് പറഞ്ഞു നീ നടക്കടാ, ആഖിറമില്ലെന്ന് പറയുന്നവരോട് നീ പറഞ്ഞടാ, മുത്തുനബിയെ അവഹേളിക്കുന്നവനോട് നീ അവഹേളിച്ചടാ, അല്ലാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളോട് നിങ്ങൾ പറഞ്ഞടാ. പക്ഷേ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ, നീ നരകത്തിലായി പോകും. നിങ്ങൾ കണ്ടില്ലേ, ഉപ്പ മരിച്ചാൽ യാസീൻ ഓതാൻ പറ്റൂല, എന്തേ ഖുർആൻ ഓതാൻ പറ്റൂല, എന്താണ് അവരുടെ വാദം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ, ഇദാ ഹലർതുമുൽ മരീള വിൽ മയ്യിത്ത് ഖൂലു ഖൈറാ ഇഖ്റഊ സൂറത്ത യാസീൻ ഇന്ദ മൗതാകും. നിങ്ങളുടെ കൂട്ടത്തിലും മരിച്ചവരുടെ അരികിൽ നിന്ന് ഒരാൾ മരിച്ചാൽ അവരുടെ കറികിൽ നിന്ന് നിങ്ങൾ യാസീൻ ഓദിക്കൂ എന്ന് മുത്തുനബിയല്ലേ പറഞ്ഞത്. പക്ഷേ അത് ഓതാൻ പറ്റൂലെന്ന് പറയുന്നവര് റസൂലുള്ളാഹിക്കെതിരാണ്. ഒരു ഉപ്പ മരിച്ചാൽ ഒരു ഭക്ഷണം കൊടുത്തൂടാ, ഒരു ഉമ്മ മരിച്ചാൽ ഭക്ഷണം കൊടുത്തൂടാ. എന്താ പറയുന്നത്? അതിന് കാരണം പറയുന്നത് അല്ലാഹ് അങ്ങനെ മുത്തുനബി ഖുർആനിൽ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ചിലപ്പോ പറയും ഹദീസിലുണ്ടോ. എന്നാൽ ഞാൻ എന്റെ മോമിനീങ്ങളോട് അവര് വെറും വിവരമില്ലാത്തത് കൊണ്ട് പറയുകയാണ്. ഹദീസിലുണ്ട്, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു നാട്ടിൽ നിന്ന് യാത്ര പോയതാണ്. തിരിച്ചു വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, നബിയേ ഇന്ന ഉമ്മി ഖദുഫ്തുതിലത്, എന്റെ ഉമ്മ പെട്ടെന്ന് വഫാത്തായി പോയി നബിയേ, അഫഅതസദ്ദഖു അൻഹാ, ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടി വല്ല സദഖയും കൊടുത്താൽ ആ സദഖ അല്ലാഹ് സ്വീകരിക്കുമോ? അതിന്റെ ഫലം ഉമ്മക്കെത്തുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിഅമത്തും, അതാ നമ്മൾ 3 കഴിച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കും പോലെ, സദഖ കൊടുക്കും പോലെ, അതാ 40 കൊടുക്കും പോലെ, 15 കൊടുക്കും പോലെ, 7 കൊടുക്കും പോലെ നമ്മൾ സദഖ കൊടുത്താൽ റസൂലുള്ളാഹി പറയുന്നത് ഉമ്മക്കെത്തും. സഅദേ, റസൂലുള്ളാഹിയാണ് പഠിപ്പിച്ചത്. സഅദ് റളിയല്ലാഹു അൻഹു അഫറ ബീറാ, ഒരു കിണർ കുഴിച്ചിട്ട് പറഞ്ഞു എല്ലാവരും ഇതിൽ നിന്ന് വെള്ളം കുടിച്ചോളൂ. ഇത് സഅദിന്റെ ഉമ്മാക്കുള്ള കിണറാണ്, ഇതിൽ നിന്ന് ആര് കുടിച്ചാലും അതിന്റെ കൂലി എന്റെ ഉമ്മക്കാട്. നമ്മൾ ഭക്ഷണം കൊടുത്ത കൂലി ഉമ്മക്കുള്ളത് പോലെ നമ്മളതാ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ജനങ്ങളെ, വിദ്യാർത്ഥികാര് വന്നിട്ട് നമ്മളെ ഇടയിലേക്ക്, അതുപോലെ ഇന്നത്തെ കാലം വല്ലാത്തൊരു കാലമാണ്. അള്ളയുണ്ടോ എന്നുള്ള സംശയമാണ്. അള്ള ഉണ്ടോ എന്ന് നമ്മളെ നാസ്തികവാദികൾ ഇതാ വന്നിട്ട് നമ്മളെ സംശയിപ്പിക്കുകയാണ്. അള്ളയില്ലാതെ എങ്ങനെ ഉണ്ടായി? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ പടച്ചതിന്റെ ഉള്ളിൽ ഒരു രഹസ്യമില്ലെങ്കിൽ, നമ്മളെ പടച്ച ഒരു സൃഷ്ടാവില്ലെങ്കിൽ, ഞാൻ ചോദിക്കുന്ന ഒരു ഉപ്പക്ക് 10 മക്കൾ ഉണ്ടാകുന്നു, 10ഉം വ്യത്യസ്തമാണ്. എന്തുകൊണ്ട് വ്യത്യസ്തമായി? ആരാണ് വ്യത്യസ്തമാക്കിയത്? ഇനി പോകട്ടെ, നമ്മളെ കയ്യിന്റെ വിരല്, നിങ്ങൾ ഇന്ത്യയുടെ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോ വിരളൊന്ന് വന്ന് വെക്കുന്നു, തിരിച്ചു വരുമ്പോ വെക്കുന്നു. നമ്മളെ അതാ വിരൽ വെക്കുമ്പോഴേക്ക് നമ്മൾ ആരാണെന്ന് അറിയുന്നവർ ടിക്ക് അടിച്ച് നമ്മളോട് പോകാൻ പറയുന്നു. എന്താണ് ഈ വിരലിന്റെ ഉള്ളിലുള്ളത്? രേഖയല്ലേ? ഈ രേഖ വരച്ചവനാരാണ്? കോടിക്കണക്കിന് ജനങ്ങൾ ജീവിച്ച് മരിച്ചുപോയി. അവർ
അവരുടെയൊക്കെ വിരലടയാളം പല കമ്പ്യൂട്ടറിൽ സൂക്ഷിപ്പുണ്ട്. ഇപ്പോൾ ലോകത്ത് ജീവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ വിരലടയാളമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ അടയാളം ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ വരച്ചവൻ ആരാട്? എന്നാലൊന്ന് ഭൂമി ലോകത്തുള്ള ഒരാളൊന്ന് വരക്കട്ടെ. ആർക്കും കഴിയൂല. അത് ഖാലിഖായ റബ്ബിന്റെ കുദ്റത്താണ്. ഇങ്ങനെ സൃഷ്ടിച്ച റബ്ബിനെ റബ്ബില്ലെന്ന് പറയുമ്പോ, ഓ പെൺകുട്ടികളെ, ഓ അതാണ് അടിപൊളിയാണെന്ന് ചിന്തിച്ച് ജീവിച്ചു പോകരുത്. ആഖിറത്തിൽ രക്ഷപ്പെടണോ? ഈമാനിലേക്ക് മടങ്ങുക. വിശുദ്ധ റമദാൻ വരുന്നു. തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക. നിസ്കരിക്കാത്തവർ 5 നേരം നിസ്കരിക്കുക. കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കരിക്കുക. ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ റബ്ബിനോട് ഒറ്റക്കിരുന്ന് കരഞ്ഞ് അല്ലാഹുവിലേക്ക് ആളുകളെ നോമ്പ് തുറപ്പിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് പള്ളിയിലൊക്കെ നോമ്പ് തുറകളൊക്കെ സംഘടിപ്പിച്ച് അതിനൊക്കെ കഴിവിന്റെ പരമാവധി സഹകരിച്ച് ഖാലിഖായ റബ്ബിലേക്ക് മടങ്ങണം. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ സദസ്സ് നീ അതിന് കാരണമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ചെറുതും വലുതുമായ രഹസ്യ പരസ്യങ്ങളായ സകല തെറ്റുകുറ്റങ്ങളും ഖാലിഖായ റബ്ബായ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരണേ അല്ലാഹ്. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. എല്ലാവരും എണീറ്റിക്ക. ഒരു 11 തഹ്ലീൽ ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു. ചൊല്ലിയോ? ലാ ഇലാഹ